അച്ഛന്റെ അസുഖമെല്ലാം മാറിയില്ലേ? ഒരച്ഛനും മകളും ഒരു പ്രഹസനം കാഴ്ച വയ്ക്കണമല്ലോ. ഒരവസരം ഒത്തു വരുന്നതുമില്ല. കയറിയിരിക്കുന്ന മന്ത്രി കസേര ഉടനെ തെറിക്കും. നിന്റെ തിരിച്ചുവരവിന് വേണ്ടി ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാജു സർ. ശേര, യാമിനി. ഏട്ടാ, പ്രതാപൻ എത്ര ഭാഗ്യവാനാണ്. ചുറ്റും എത്ര എത്ര സ്നേഹത്തിന്റെ മുഖങ്ങളാണ്. പക്ഷേ കൺമുമ്പിൽ നിന്ന് ചിരിക്കുകയും കാണാതെ പിന്നിൽ വന്ന് കഴുത്ത് ഞെരിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട് ഇക്കൂട്ടത്തിൽ. ഇവൻ എന്നെ കുറിച്ചാണല്ലോ ഈ പറയുന്നത്. ഇവൻ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒരു വെള്ളത്തിൽ സ്വാമി. നമ്മൾ കാണുന്നൊന്നും അല്ല സത്യം. സത്യത്തിന്റെ മുഖം വളരെ വികൃതമാണ്. രാജു, രാജു. എന്താണ് മോളെ കഥകളി മുദ്രകൾ? അല്ല, ഞാൻ അച്ഛനെ ചികിത്സിച്ച ഹോം നഴ്സിനെ പരിചയപ്പെടുത്തണ്ടേന്ന് രാജുനോട് ചോദിക്കായിരുന്നു. അത് വളരെ നല്ല കാര്യമല്ലേ? പരിചയപ്പെടുത്താൻ എന്തുകൊണ്ട് യോഗ്യതയുള്ളത് മോൾക്ക് തന്നെയാണ്. മോള് തന്നെ പരിചയപ്പെടുത്തിക്കൊള്ളൂ. അച്ഛാ, അതാണ് അച്ഛാ അച്ഛനെ നോക്കിയ ഹോം നഴ്സ്. എനിക്കെന്റെ ജീവൻ തിരികെ വാങ്ങിത്തന്ന ഹോം നേഴ്സിനെ ഞാനൊന്ന് കാണട്ടെ. വേണുവേട്ടാ, അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. രാജുവിനെ ഒന്ന് വിളിച്ചാലോ? അത് വേണ്ട, അവനവിടെ തിരക്കിലായിരിക്കും. ഇങ്ങോട്ട് വിളിക്കട്ടെ. നീ ഇപ്പൊ ചെളി ഉരുട്ടി വെച്ചിട്ടുണ്ടോ പ്രാർത്ഥിക്കുന്നത്? ഇത് ചെളി ഉരുട്ടിയൊന്നും അല്ല, അറുകൊല ഭഗവാനാ. അറുകൊല ഭഗവാനാ? അതെന്തോന്ന്? നിങ്ങളുടെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാ. ഈ ഭഗവാനോട് പ്രാർത്ഥിച്ച എന്തും തരൂന്ന്. ഈ രാജുവാ? ആ, എടുക്ക്. ആ മോനെ. അച്ഛാ, വലിയൊരു സന്തോഷ വാർത്ത പറയാനെ വിളിച്ചേ. സന്തോഷ വാർത്തയാ? പറയടാ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇവിടെ ഇരിക്കുക. അച്ഛാ, വർമ്മ സാർ ഉണർന്നു. ബോധം വന്നോ? സംസാരിച്ചു. അസുഖവും മാറി. ദൈവമേ, അസുഖം മാറിയെന്നോ? സത്യമാണ് അച്ഛാ. ഞാനേ പിന്നെ വിളിക്കാവേ. സാറിന്റെ അസുഖം മാറിയെന്ന്. ഈശ്വര, കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിലും ഇവിടെയായിട്ട് എന്തായിരുന്നു പൂരം? ആർക്കെങ്കിലും സമാധാനം ഉണ്ടായിരുന്നോ? എത്ര പെട്ടെന്നാ കാറ്റും കോളും ഇടിവെട്ടും മഴയും കഴിഞ്ഞതുപോലെ ഈ വീട്ടിലേക്ക് വെളിച്ചം വന്നത്. എപ്പോഴും എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമല്ലോ അമ്മേ.
സാരമില്ല. ആ സദാശിവൻ സാറാ. അമ്മ അവിടെ ഇരിക്കുക. അത് പൊൻകുന്നം സദാശിവൻ സാറാ, സാറിന്റെ രാഷ്ട്രീയ ഗുരു മഹാദേവ വർമ്മ സാറാ. നമസ്കാരം. നമസ്കാരം. വളരെ നല്ലൊരു സുപ്രഭാതം നേരട്ടെ പ്രതാപവർമ്മേ. അതിരാവിലെ തന്നെ വളരെ സന്തോഷകരമായി ഈ വാർത്ത കേട്ടു. തനിക്ക് സുഖമായെന്ന്. എന്നാ പിന്നെ അവിടുത്തെ എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് തന്നെ കാണണമെന്ന് തോന്നി. സാർ ഇരിക്കാൻ. അല്ല, സൂര്യമംഗലത്തെ സരസ്വതി മാഡമല്ലേ? അതെ. ഇവിടെ വെച്ച് കണ്ടതിൽ വളരെ സന്തോഷം. മഹാദേവ വർമ്മ സാറിന്റെ ഫോട്ടോയെ നോക്കി പ്രാർത്ഥിച്ചിട്ടേ ഇപ്പോഴും ഏത് ഫംഗ്ഷനും ഞങ്ങൾ പോകാറുള്ളൂ. സാർ ഇരിക്കാം. നമസ്കാരം. സാറപ്പ വന്നു? ദാ ഇപ്പൊ ഒന്ന് കയറിയതേ. ഞാൻ കരുതി മിനിസ്റ്റർ ഓഫീസിലേക്ക് പോയി കാണുമെന്ന്. ഇല്ല, പോകാൻ എങ്ങനെ പറ്റും?